ഭാരതപ്പുഴയിൽ പൊന്നാനി ഭാഗത്ത് കര കവിയാനിടയായത് മണൽത്തിട്ടകൾ മൂലമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ അഭിപ്രായം. മണൽത്തിട്ടകൾ നീക്കം ചെയ്യുന്നതിന് ജില്ലാ കളക്ടർക്ക് കത്തു നൽകുന്നതിന് യോഗം തീരുമാനിച്ചു. ഭാരതപ്പുഴയിൽ മണൽത്തിട്ടകൾ രൂപം കൊണ്ടതുമൂലം വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടതും പുഴയിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് കൂടിയതും മൂലമാണ് പുഴയോര മേഖലയിൽ വെള്ളക്കെട്ടുണ്ടായതെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ അഭിപ്രായമുയർന്നു. പൊന്നാനി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ഒ ഷംസുവാണ് വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയത്. ഏറെ ഭീതിയിൽ ഒഴുകിയെത്തുന്ന ഭാരതപ്പുഴയുടെ സുഗമമായ നീരൊഴുക്കിന് തടസ്സമായാണ് പൊന്നാനി ഭാഗത്ത് വലിയ തുരുത്തുകളും മൺതിട്ടകളും ഉള്ളത്. ഇതിനാൽ പുഴയുടെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സം നേരിടുന്നതിനാൽ പുഴ കര കവിയാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ 1.5 കിലോമീറ്റർ വീതിയിൽ ഒഴുകിയെത്തുന്ന ഭാരതപ്പുഴയിലെ വെള്ളത്തെ കടലിന് സ്വീകരിക്കാൻ നിലവിലെ അഴിമുഖത്തിന് വീതി പോരെന്ന ആക്ഷേപവുമുണ്ട്. പൊന്നാനി ഭാഗത്ത് ഭാരതപ്പുഴ 1 കിലോമീറ്റർ വ്യാപ്തിയിലാണ് ഒഴുകുന്നത്. തിരൂർ പുഴയുടെ വ്യാപ്തി 300 മീറ്ററാണ്. ഇവ ചേർന്നാണ് അഴിമുഖത്തെത്തുന്നത്. ഫിഷിംഗ് ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഴിമുഖത്തെ ഇരുകരകളും പുലിമുട്ട് കെട്ടി തിരിച്ചതോടെ ഇവിടുത്തെ വ്യാപ്തി 230 മീറ്ററായി ചുരുങ്ങി. ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി വരുന്ന ഘട്ടത്തിൽ ഇതിലൂടെ അതിവേഗം പുഴയിലെ ജലത്തിന് കടലിലേക്ക് പ്രവേശിക്കാനാകാത്ത സ്ഥിതിയാണ്. ഇത് പുഴയുടെ കര കവിച്ചിലിന് കാരണമാകുന്നുവെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. ഭാവിയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് മണൽത്തിട്ടകൾ നീക്കം ചെയ്യുവാൻ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുന്നതിന് വികസന സമിതി യോഗം തീരുമാനിച്ചു. കർമ്മ റോഡിൽ ഭാരതപ്പുഴയിൽ വെള്ളം കയറുന്നത് തടയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. ഇനി അടുത്ത ഘട്ടം, അടുത്ത പ്രളയം, അടുത്ത വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ താലൂക്കിൽ പൊന്നാനിക്കകത്ത് ഈ വെള്ളം കയറാതിരിക്കാൻ എന്ത് വഴിയാണ് സ്വീകരിക്കുക? ശാസ്ത്രീയമായതല്ല, ശാസ്ത്രീയമായ രീതി. ഇവിടെ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണങ്ങളാണ് ചിലപ്പോൾ പക്ഷേ ഈ വെള്ളക്കയറ്റത്തിന് ഒരു കാരണം ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഭാരതപ്പുഴയുടെ സെന്ററിലൊക്കെ വാടായി നിൽക്കുകയാണ്, കാട് പിടിച്ച് കിടക്കുക. ഈ വാടായി നിൽക്കുന്ന സ്ഥലങ്ങൾ വെള്ളത്തിന് ഒഴുകാനുള്ള സൗകര്യം കൊടുക്കുന്നു. വെള്ളം ഒരു ചെറിയ സ്പേസിലാണ് വെള്ളം ഒഴുകുന്നത്. അതിന് വിശാലമായി ഒഴുകാനുള്ള സ്ഥലം ആ ഭാരതപ്പുഴ പുഴയിലുണ്ട്. പക്ഷെ അവിടെ അതൊക്കെ മണ്ണ് വാടായി കിടക്കുകയാണ്. അപ്പൊ ആ സാധനം വെട്ടി പുഴകളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രളയം മൂലം ഉണ്ടാകുന്ന വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സർക്കാർ പറഞ്ഞത് ഈ 2019 ശേഷം കേരളത്തിലെ എല്ലാ പുഴകളിലും ഇപ്പോൾ മൺതിട്ടകൾ രൂപപ്പെട്ട് അതിൽ കുറ്റിക്കാടുകൾ രൂപപ്പെട്ട് നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് അടിയന്തിരമായി മൺകൂനകൾ നീക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ഇതിന്റെ നേതൃത്വത്തിൽ നടത്തണമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഇപ്പോൾ വലിയ കാടുകളുടെ രൂപത്തിലേക്ക് വളർന്നിട്ടുള്ളത് 2018 ഇത്രയൊന്നും വളർന്നിട്ടില്ല. അപ്പോൾ അന്ന് ഇങ്ങനെ ഇതുപോലുള്ള മൺകൂനകൾ നീക്കം ചെയ്യുന്നതിന് മണം ലേലം ചെയ്ത് കൊടുക്കുന്ന തരത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഓവർഫ്ലോ ചെയ്യാത്ത ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഗൗരവതരമായിട്ട് മണലെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. സർക്കാരിന്റെ ഉത്തരവുണ്ടാകണം. അതിനാവശ്യമായിട്ടൊരു തീരുമാനം ഇതിലുണ്ടാകണം. പൊന്നാനി നഗരസഭാ പ്രദേശത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ചതായും ലഹരി ഉപയോഗത്തിനെതിരെ ഫലപ്രദമായ നടപടി ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കണമെന്നും വികസന സമിതി ആവശ്യപ്പെട്ടു. വളയംകുളം ഭാഗത്തെ ബസ് സ്റ്റോപ്പിലെ മരത്തിൽ പൊതുജനങ്ങൾക്ക് ശല്യമായ ദേശാടന പക്ഷികളെ ഒഴിവാക്കണം. പൊന്നാനിയിലെ അപകടാവസ്ഥയിലായ പഴയ കെട്ടിടങ്ങൾ കണ്ടെത്തി പൊളിച്ചു മാറ്റുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. NCV ന്യൂസ്, പൊന്നാനി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കായി ഇല്ലം നിറയും തൃപ്പുത്തരിയും ആഗസ്റ്റ് 11 ഞായറാഴ്ച ആഘോഷിക്കുന്നു. ഇല്ലം നിറ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.